ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നോമ്പ് തുറക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി മെൽറ്റായി വന്നാൽ 1 കപ്പ് അല്ലെങ്കിൽ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ നന്നായിട്ട് തിളച്ച് വന്നാൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ഇനി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇളക്കി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇതുപോലെ ഉരുളാക്കി എടുക്കുക. ഇനി 350 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മെൽറ്റായാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഒരു 2-3 വെളുത്തുള്ളി അല്ലിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണിത്. ഇനി ക്രഷ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഒരു തവി ഉപയോഗിച്ച് ഇങ്ങനെ പരത്തി ഇളക്കി കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം തൈര് ചേർത്ത് കൊടുക്കുക, ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർക്കുന്നതിന് മുമ്പ് ഒരു ഗ്രേവി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഈ മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തീയൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മൈദമാവ് കയ്യിൽ അല്പം എണ്ണ തടവി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇതുപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് നൈസായിട്ട് പരത്തിയെടുക്കുക. അധികം കട്ടിയില്ലാത്ത രീതിയിൽ വട്ടത്തിൽ പരത്തിയെടുത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പ് അടുപ്പ് കൊണ്ട് റൗണ്ടായിട്ട് മുറിച്ചെടുക്കുക. ഇനി പൂരി പോലെ വട്ടത്തിൽ മുറിച്ചെടുത്തത് ഓരോന്നായിട്ടും എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് ഇതിൻ്റെ നടുവിൽ വെച്ച് മടക്കിയെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, നന്നായി തന്നെ ഒട്ടി നിന്നോളും. ഇതുപോലെ എല്ലാ പീസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 കോഴിമുട്ട നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയിലേക്ക് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിലേക്ക് ഇതുപോലെ മുക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ചൂടായ എണ്ണയിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അധികം എണ്ണയൊന്നും കുടിക്കാത്ത നല്ല രുചിയുള്ള പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്